കുളിച്ച് വന്ന ആദ്യം തന്നെ ഞാൻ സാരിയും സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തത്. അല്ല സാരിയല്ല, സെറ്റും കൊണ്ടാണ് ഗൈസ്. പിന്നെ ആദ്യം തന്നെ ഞാൻ ഇട്ടത് ലിപ്സ്റ്റിക്കാണ്. കാരണം എൻ്റെ ചുണ്ട് കറുത്തിട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ആദ്യം കുളിച്ച് വന്ന് ലിപ്സ്റ്റിക്കാണ് ഇടാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ക്രീമൊക്കെ വയറ്റേക്ക് പിന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ചുണ്ട് നല്ല ചോർന്നിരിക്കണം ഗൈസ്. അതുകൊണ്ട് അങ്ങനെ ചുണ്ടിൽ എല്ലാം പരിപാടിയും കഴിഞ്ഞപ്പം ബാക്കിയുള്ള ക്രീം, കണ്ണിൻ്റെ താഴെയുള്ള സംഭവം, കാരണം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് കാരണം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തൊട്ട് ഇതാക്കി കുറച്ചൊക്കെ പോകും. പിന്നെ അതെന്തായാലും പോകാനൊന്നും പോകുന്നില്ല, വല്ല ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്താലേ പോകും. പിന്നെ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ക്യാമറ നോക്കി കണ്ണെഴുതി ഗൈസ്. എങ്ങനെയുണ്ട് സൂപ്പറല്ലേ? ഞാൻ ആദ്യമായിട്ട് ക്യാമറ നോക്കിയ കണ്ണെഴുതിയതാണ്. ഇനി ക്യാമറ നോക്കി ഒരു 10 തവണ എഴുതാനും ഞാൻ പഠിച്ചിരിക്കുന്നു ഗൈസ്. കാരണം ഞാനിത് ഫസ്റ്റ് ടേക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തു. കണ്ണെഴുത്താണ് മെയിൻ കലാപരിപാടി. കാരണം കണ്ണെഴുതിയപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കണ്ണാണോ എന്ന് തോന്നിയപ്പോൾ എത്ര ഭംഗിയിൽ കണ്ണ് എന്തൊരു ഭംഗി ആയി. ഇനി അടുത്തത് മാല, വള, കമ്മൽ. അടിപൊളിയായിരുന്നു ഗൈസ്. മാല, കമ്മൽ എൻ്റെ ഫേവറേറ്റാണ്. ഈ മാലയും ഈ കമ്മലും. പിന്നെ ഈ മാലയും ഈ കമ്മലും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അമ്മ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കാണ്. അച്ഛൻ എൻ്റെ സെൽഫി സ്റ്റിക്ക് കണ്ടിട്ട് മാങ്ങ പറിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ച് കളിയാക്കി പോവുകയാണ്. എന്താക്കണം, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ട. പിന്നെ വണ്ടി എടുത്ത് അവിടെ അമ്പലത്തിലെത്തിയതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കണ്ട് എന്താളിച്ച് അങ്ങോട്ട് കയറാനുള്ളൊരു ഇതിലായിരുന്നു. പറഞ്ഞില്ലല്ലോ, മേൽപ്പഴനി പോവുകയാണ് ഗൈസ്. മേൽപ്പഴനി എത്തി. ഓക്കെ, അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മേൽപ്പഴനി അമ്പലത്തിലേക്കാണ് കേട്ടോ. കോഴിക്കോടാണ് മേൽപ്പഴനി അമ്പലം വരുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾ പറഞ്ഞുതരാൻ എനിക്കറിയില്ല ഗൈസ്. ഭയങ്കരമായിട്ടുള്ള ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഒന്നും പറയാനായിട്ടില്ല. കാരണം എന്താണ്, സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ അതിനെ മുകളിലെത്തുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലായിരിക്കും. കാരണം അതിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. പിന്നെ അതിൻ്റെ മുകളിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ചായക്കട വരെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും കാടും മലയൊക്കെ കയറി നമ്മൾ മുകളിൽ പോയിട്ട് അവിടെ എന്തേ ഉണ്ടാവുമെന്ന്. പിന്നെ അവിടെ നല്ലൊരു ചെടി ഉണ്ടായിരുന്നു. അതിനടുത്ത് നല്ലതായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഗൈസ്. ഒരു വീഡിയോ എടുത്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. സെൽഫി സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് പഠിച്ചത്.